നമ്മൾ ഇന്നലെ അപകടം നടന്നിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സമീർ, ഇപ്പോഴും അവിടെ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ അവിടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ തെരച്ചിൽ ഏത് ഘട്ടത്തിലാണുള്ളത്? ഏതൊക്കെ ഭാഗങ്ങളിലാണ് പരിശോധന നടക്കുന്നത്? ആരൊക്കെയാണ് ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് അവിടെ നിന്ന് തരാൻ പറ്റുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സമീർ? കെട്ട് ദുരന്തം ഉണ്ടായ ഭാഗത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധന നടത്തുന്നത് ആർഡിഒയുടെ നേതൃത്വത്തിലാണ്. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അവർക്കൊപ്പമുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയും പുരോഗമിക്കുന്നുണ്ട്. രാവിലെ 7 മണി മുതലാണ് കെടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉണ്ടായിരുന്നത്. ആ തിരച്ചിലാണ് ഈ അപകടം ഉണ്ടായതിന്റെ 300 മീറ്റർ അകലെ വെച്ചുകൊണ്ട് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പിന്നീട് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും ശരീരഭാഗങ്ങൾ കണ്ടെത്തി 5 ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അങ്ങനെ 7 ശരീരഭാഗങ്ങളാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ അപകടം ഉണ്ടായ ഭാഗത്ത് തന്നെയാണ്, ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാവുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഇതിന്റെ പൊട്ടിത്തെറിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ മന്ത്രിമാരായിട്ടുള്ള MP രാജേഷ്, K രാജൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാണാതായവരെ സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലഭ്യമായ വിവരമനുസരിച്ച് 34 പേരാണ് അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ഇപ്പോൾ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നത്. 4 കൺട്രോൾ റൂമുകളാണ് കളക്ടറേറ്റ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ ആളുകളുടെ എണ്ണം ഇപ്പോൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെത്താൻ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങളൊക്കെ തന്നെ ക്രോഡീകരിക്കുക, അതിനുശേഷം അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്ത് കയറിക്കൊണ്ടുള്ള പരിശോധനയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. അതിൽ ശരീരഭാഗങ്ങളൊക്കെ ചിന്നിച്ചെതിറിയ നിലയിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം ഇനിയും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, അത്തരം ശരീരഭാഗങ്ങൾ എവിടെയെങ്കിലും ചിതറിക്കിടക്കുന്നുണ്ട് എങ്കിൽ അതുകൂടി കണ്ടെടുക്കാനുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ് നടന്നത്. ഏതായാലും 7 ശരീരഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഈ അപകടം നടന്ന ഇടം സന്ദർശിക്കുകയാണ്. രാവിലെ DGP റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ അദ്ദേഹം ഇവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇതിന്റെ ചുമതല. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ എത്ര പേര് ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതോടെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ ഇതിനകത്ത് RDOയുടെയും അതുപോലെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും പരിശോധന പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയും ഇപ്പോൾ ഇതിനകത്ത് നടന്നു വരികയാണ്. അപകടം നടന്ന ഈ തുരുത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. മഹേഷ്, അവിടെ പരിശോധന വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഉന്നത നേതൃത്വമുണ്ട്, RDO ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. അതേസമയത്ത് തന്നെ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇന്നലെ അവിടെ തെരച്ചിലിനെത്തിയ സംഘാംഗങ്ങളുണ്ട്. കെടാവർ ഡോഗുകളെ, നായകളെ ഉപയോഗിച്ച്, കെടാവർ ഡോഗുകൾ എന്ന് പറയുമ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പരിശോധന നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ചിരിക്കുന്ന ഡോഗുകളാണ്. ഡോഗ് സ്ക്വാഡിൻ്റെ ഭാഗമായിട്ടുള്ള കെടാവർ ഡോഗുകൾ. നേരത്തെ ചൂരൽമലയിലും ഇത്തരത്തിൽ അപകടത്തിൽ വലിയ തോതിൽ അവിടെ മരണം നടന്നപ്പോൾ കെടാവർ ഡോഗുകളെ അവിടെ ആ തെരച്ചിലിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കെടാവർ ഡോഗുകളെ ഉൾപ്പെടുത്തിയുള്ള പരിശോധനയും ഒരു വശത്ത് നടക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് ആണ് ഈ അപകട വാർത്ത കേരളം അറിഞ്ഞ് 24 മണിക്കൂർ പിന്നിടുമ്പോഴും അതിൻ്റെ അമ്പരപ്പ്, ഞെട്ടലിൽ നിന്നും നമ്മളാകെ ഇപ്പോഴും അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. മാത്രമല്ല മരണസംഖ്യ ഇന്ന് 14 ആയി എന്നുള്ളത് അങ്ങേയറ്റം സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ്